ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു വ്ളോഗുമായിട്ട് വന്നേക്കാണ് ഞാൻ. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ലവ് ആനിവേഴ്സറിയാണ് ഗൈസ്. ലവ് ആനിവേഴ്സറി ഇന്നത്തെ ദിവസം ഞാൻ അവനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ ദിവസം ഇന്ന് 4 വർഷമായി കേട്ടോ. 4 വർഷം കൊണ്ട് ആ കുരിപ്പിനെ ഞാൻ സഹിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്നൊരു വ്ളോഗ് എടുക്കാമെന്ന്. പ്രത്യേകിച്ചൊന്നുമില്ല. ചേട്ടൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഇൻട്രോ എടുക്കുന്നത് കേട്ടോ. ഇനി ഞാനും കിശൂട്ടും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ തമ്മി വീട്ടിൽ കിടന്ന് ഇടിയിടും, ഫുഡ് കൊടുക്കും, കഴിക്കും, കിടന്നുറങ്ങും. ഇതന്നെ ഞങ്ങളുടെ പരിപാടി. പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ അപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ വ്ളോഗെന്ന് വെച്ചാൽ അറിയാമല്ലോ, ഞങ്ങൾ ഫുഡ് അടിക്കും, തമ്മിൽ ഇരുന്ന് അടിയിടും, പിന്നെ എന്താ കിടന്നുറങ്ങും. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു ദിവസം. ചേട്ടനും അമ്മയും പോയി കഴിഞ്ഞു, അല്ലെങ്കിൽ പിന്നെ ഞാൻ ചേട്ടൻ്റെ കൂടെ അടിയിടും, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ പരിപാടി എന്തൊക്കെയാണെന്ന് കാണാം. പിന്നെ ഞങ്ങളുടെ ലവ് ആനിവേഴ്സറി, അതേ ഉള്ളൂ പ്രത്യേകിച്ചൊരു ദിവസം. അപ്പോൾ വീട്ടിലോട്ട് പോവാം. ഇതും കുടിക്കില്ല ഇപ്പൊ. ഇത് മരുന്നല്ല, നിന്നാ വെള്ളവാ. മരുന്ന് കൊടുക്കുന്ന പ്രഹസനമാണ് ഗൈസ് ഈ കാണുന്നത്. മരുന്ന് കുടിക്കാനേ മടിയ. ചേട്ടനാ മരുന്ന് കൊടുക്കുന്നത്. ചൂടുണ്ട്. അടുത്ത മരുന്ന് പോയിട്ടാ. ചേട്ടാ ലവ് ആനിവേഴ്സറിയാ. ദുരന്ത ദിവസമോ? ശരിയാ, ദുരന്ത ദിവസം അല്ലയോ മോനെ? നീ എന്റെ ജീവിതത്തിൽ നിന്നോട് ഇഷ്ടമാന്ന് പറയാൻ വേണ്ടിട്ട് ഞാൻ രാവിലെ എണ്ണിക്കാണ്. ഈ ശുഷ്കാന്തി പിന്നീടുള്ള ദിവസങ്ങളിൽ കണ്ടില്ലായിരുന്നല്ലോ. എന്താ രണ്ടാമത്തെ ദിവസം ഇഷ്ടാന്ന് പറഞ്ഞ ദിവസം ഒന്ന് സംസാരിക്കാൻ നേരത്ത് 11 മണി ആയപ്പോഴേ നീ ഉറങ്ങിക്കളഞ്ഞല്ലേ? ഇതെന്താ എനിക്ക് വാങ്ങിച്ചു തരുന്നത്? ഇല്ല, സാലറി ഒക്കെ കിട്ടിയിട്ടുണ്ട്. എന്തോന്ന് പറ. വിളിച്ചു പറ. ഇനി തത്തൊന്നും ഇല്ല. എന്തോന്ന് പറ. സിനിമ ഏതാ? പുഷ്പയോ ലക്കി ഭാസ്കറോ? വേണ്ട, പുഷ്പ 2. അത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് സിനിമ വേണ്ട, ഫുഡ് അടിക്കാൻ പോയാൽ മതി. ടിക്കറ്റ് കിട്ടോ നോക്കണം. പുഷ്പയുടെ ബുക്ക് ചെയ്യാൻ പറ്റുമോടോ? നോക്ക്, അല്ലെങ്കിൽ ഫുഡ് അടിക്കാൻ പോയാൽ മതി. മറ്റേ എന്താ അതിനോട് എന്തോ ചെയ്യുക ഗൈസ്. ഇതിൻ്റെ വേണ്ടി ലവ് ആനിവേഴ്സറിയാ മോനെ. അവന് ലവ് ആനിവേഴ്സറിയാ. വേണ്ട പോവാന്നോ? ഗൈസ്, വണ്ടിയുടെ താക്കോൽ എന്നാ. ഇതുവരെ വീഡിയോ ആണോ? ആ കടലിൽ തുണി ഇടാൻ പറ്റത്തില്ല. രാവിലെയായി. നേരത്തെ വരുമോ? കൂടെ പോന്നോ?
അവൻ്റെ പ്ലേറ്റ് ഞാൻ അതിൻ്റെ മണ്ടയ്ക്ക് വെക്കുന്നു. ടാറ്റാ. ഫ്ലൈങ് കൊടുക്ക്. വാന്നില്ല, നമ്മൾ പോന്നില്ല. നമ്മൾ പോന്നില്ല. ഇത് ഇവൻ പോകുമ്പോ ഉള്ള പ്രകസനമാണ്. നേരത്തെ അങ്ങ് ഗേറ്റിന്റെ വെളിയിൽ വരെ അങ്ങ് ഇറങ്ങി ഓടുമായിരുന്നു. ഇപ്പൊ ഞാൻ തന്നെ ഞാൻ ഓടിപ്പോയി. കണ്ടോ, ഓടി പോകുന്നുണ്ടോ? ഓടി അവിടെ വരെ എത്തി. കാത്തുവാ. അല്ല കുറച്ചേരം ഇവിടെ നിന്നോ. കിച്ചുവിൻ്റെ വണ്ടി. കിച്ചുവിന് ഇത് വണ്ടി ഇത് ഓണാക്കുമ്പോഴേ ഇവന് പേടിയാ. അവൻ എൻ്റെ അടുത്തോട്ട് ഓടി വരും കരഞ്ഞുകൊണ്ട്. അവനിൻ്റെ സൗണ്ട് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഇവനെ ഉറക്കാൻ കിടക്കുമ്പോൾ ടോ വരും പേടിപ്പിച്ച് ഉറക്കുന്നത്. ഇതെൻ്റെ ഹെൽമെറ്റാണ്. അവൻ മോഷ്ടിച്ചിപ്പോൾ എൻ്റെ ഹെൽമെറ്റ്. ചുമ്മാട്ടോ, അവൻ്റെ ഹെൽമെറ്റ് ഇച്ചിരി കൂടെ നല്ലത്. പക്ഷെ അവൻ്റെ ഹെൽമെറ്റ് അവൻ്റെ വീട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് എൻ്റെ ഹെൽമെറ്റ് ഇപ്പോൾ അവൻ എടുക്കുന്ന ഇതിൽ പോകുമ്പോൾ. ഗൈസ്, ആ വീട് കണ്ടോ? ആ വീട് അത് ഞങ്ങളുടെ കുടുംബ വീട്. അവിടെ അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ അപ്പൂപ്പൻ താമസിക്കുന്നു. ആ ഇരിക്കുന്നത് എൻ്റെ അപ്പൂപ്പനല്ല, ആ മീൻകാരനും എൻ്റെ അപ്പൂപ്പനല്ല. എൻ്റെ അപ്പൂപ്പന് പനി പിടിച്ചകത്ത് കിടക്കുക. ഗൈസ്, ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട്. കണ്ട എന്താടാ? ആ അമ്മ വരും. ഇനി ഞങ്ങൾ എന്തോ ഇനി പോവാ, ഫുഡ് അടിക്കാൻ പോവാ അല്ലേ? ഞങ്ങൾ രാവിലെ കിച്ചുവിന് ഇഡലി ഇവൻ ഇന്നലെ കഴിച്ചുകൊണ്ട് എന്തായാലും ഇന്ന് കഴിക്കത്തില്ല. ഇന്നലെ ഇട്ടതായിരുന്നു, ഇന്നും ഇഡലി. അതുകൊണ്ട് ഇഡലി കഴിക്കത്തില്ല. അപ്പം ഇനി ഞാൻ എന്തായാലും കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചു. അല്ലേ, ഞങ്ങളുടെ കഞ്ഞിക്കുട്ടൻ, എൻ്റെ കഞ്ഞിക്കുട്ടൻ വയറ്റിൽ കിടന്നപ്പോഴും ഞാൻ ആദ്യത്തെ 3-4 മാസം കഞ്ഞിയായിരുന്നു കുടിച്ചത്. അതിൻ്റെ ഇതായിരുന്നു തോന്നുന്നു, കഞ്ഞി എഫക്റ്റ് ആയിട്ട്. ആ ചിരിയുണ്ടോ? കഞ്ഞി കുടിക്കാം. അപ്പം ഗൈസ്, ഞങ്ങൾ പോയി കഴിച്ചിട്ട് ഒക്കെ വരട്ടെ കേട്ടോ. എനിക്കിനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ആകെ ഇനി ഇവൻ്റെ പാലൂപ്പ് തിളപ്പിക്കണം. കാര്യം അമ്മയോട് അമ്മയോട് ഇല്ലെങ്കിൽ മാത്രം ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വെക്കണം. ഇല്ലെങ്കിൽ രാവിലെ അമ്മ ജോലിക്ക് കൊണ്ടുകൊണ്ട് രാവിലെ 5 മണിക്ക് എണീച്ച് എല്ലാം വെക്കും. ഞാൻ വലിയ ക്രെഡിറ്റായിട്ടൊന്നും പറയുമല്ല, പക്ഷേ രാവിലെ എനിക്ക് അങ്ങനെ വലിയ പണിയൊന്നുമില്ല. ഇവൻ്റെ പാലൂപ്പ് തിളപ്പിക്കണം. പിന്നെ വൈകിട്ട് പണിയുണ്ട് കേട്ടോ. അമ്മ വരുന്നതിന് മുന്നേ വെള്ളമൊക്കെ ചൂടാക്കി വെക്കണം. പിന്നെ അടുക്കളയെല്ലാം വൃത്തിയാക്കി വെക്കണം, വീടെല്ലാം വൃത്തിയാക്കി ഇടണം. ഇല്ലെങ്കിൽ എനിക്ക് പായിരിക്കണം മുഴുവൻ കേൾക്കും. അങ്ങനത്തെ കുറച്ച് പണിയുണ്ട്. ഞാനപ്പോൾ ഇവൻ്റെ പാലൂറ്റയൊക്കെ തിളപ്പിക്കാൻ പോവാണേ. ഇവൻ്റെ കുപ്പി 2 കുപ്പിയുണ്ട് ഇവന്. ഈ ഒരു വലിയ കുപ്പിയുണ്ട്, പിന്നെ ഒരു ചെറിയ കുപ്പിയുണ്ട്. പക്ഷെ ഇതിൽ ഞാൻ വെറുതെ തിളപ്പിക്കാടോ. ആവശ്യം ഇതുവരെ വന്നില്ല. ആവശ്യം എന്ന് വെച്ചിട്ട് അവൻ്റെ ചെറുതിലൊക്കെ കുപ്പിയാണ്. പിന്നെ ഞാനത് തിളപ്പിച്ചില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്കിലും പുറത്തൊക്കെ പോകണമെങ്കിൽ ചിലപ്പം ഇവിടെ അടുത്ത് വല്ലോ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലൊക്കെ പോകണമെങ്കിൽ ഈ 2 കുപ്പിയിലകത്തിനെ കൊണ്ടുപോയി. എല്ലാം കൂടെ പെറുക്കി കൊണ്ട് പോകത്തില്ല. അതിന് വേണ്ടിയിട്ട് ഒരു മുൻകരുതലാണ് കൂടി എന്നും നമുക്ക് തിളപ്പിച്ചത്. ഇനി തിളപ്പിക്കുന്ന ഉപയോഗിക്കാതെ തിളപ്പിക്കുന്നത് നല്ലതാണോ എന്നും അറിയത്തില്ല. ഞാനും തിളപ്പിച്ചത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അമ്മ രാവിലെ ജോലി കഴിഞ്ഞിട്ട് എനിക്കായിട്ട് കുറച്ച് പാത്രം വെച്ചിട്ട് പോകും കഴുകാനായിട്ട്. അതും കൂടെ കഴുകി വെക്കാം. അങ്ങനെ കുറച്ച് പരിപാടിയിട്ടുണ്ട്. കിച്ചുവിൻ്റെ വെള്ളം അങ്ങനെ വെള്ളമല്ലല്ലോ, പാലൂട്ടി അങ്ങനെ ഞാൻ തിളപ്പിക്കാൻ വെച്ചു. എന്നിട്ട് ഇതൊക്കെ ഉണ്ട് കിച്ചുവിൻ്റെ ചെരുപ്പ്, കിച്ചുവിൻ്റെ മാതേൻ്റെ. ഇതാണ് ഇവൻ്റെ മെയിൻ പരിപാടി. ഇത് തുറന്നിട്ട് ഈ ഉള്ള സ്പൂണും കാര്യവും എല്ലാം എടുത്തിടുക. ബാ, നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ബാ, പാപ്പം കഴിക്കാം. പാപ്പം ബാ. പാപ്പം കഴിക്കാം. ബാ. ഭയങ്കര വികൃതിയായവൻ. നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാം ഗൈസ്.
അപ്പം ഞാൻ കിച്ചൂട്ടിന് ഇത് പിടിച്ചു കൊടുക്കട്ടെ. ഭയങ്കര ഇതാ ഞളപ്പാ, കണ്ടോണം. കുക്കുറു വെക്കാനായി പറയുന്നത്, കുക്കുറൂന്ന്. ഇതിപ്പോൾ എന്താണെന്നറിയോ, ക്യാമറ ഓൺ ചെയ്ത് അവനെ തന്നെ ഇങ്ങനെ കാണുന്നോണ്ട് അവനിങ്ങനെ ഇരുന്ന് തരുന്നില്ല. അവൻ ഇരുന്ന് തരത്തില്ല, മാറ്റാൻ തുടങ്ങും. അപ്പം ഗൈസ് ഞങ്ങൾ പിടിച്ചിട്ട് വരട്ടെ. ഗൈസ് അങ്ങനെ ഞാൻ കിച്ചൂട്ടിന് നെബുലൈസേഷൻ പിടിച്ചു. അവന് ഫുഡൊക്കെ കൊടുത്തു, എല്ലാം കഴിഞ്ഞു. പക്ഷെ ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ, എനിക്ക് ഫുഡ് വേണ്ട. ഫുഡിനോടൊന്നും ഇപ്പോൾ ഒരു താല്പര്യമില്ലാതെ വിശപ്പില്ല. അപ്പം ഞാൻ സ്കിൻ കെയർ ചെയ്യാൻ പോവാം. ഞാൻ കുളിച്ചില്ലെങ്കിലും എത്ര മടിയുള്ള ദിവസമാണെങ്കിലും ഞാൻ മടി കൂടാതെ ചെയ്യുന്നത് ഈ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. കാര്യം എൻ്റെ സ്കിൻ ഫുള്ള് പോയായിരുന്നു കൊച്ചിയിൽ നിന്ന സമയത്ത്. പിന്നെ നാട്ടിൽ വന്നിപ്പോൾ ഞാനൊന്ന് റെഡിയാക്കി എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി എനിക്ക് കുളവാക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ കുളിച്ചില്ലെങ്കിൽ പോലും ഞാൻ അത് ചെയ്യും. പശു കരയുന്നു, അത് പശു കരയുന്ന സൗണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പോയി സ്കിൻ കെയർ ചെയ്യട്ടെ. ഈ ഐലൈനറൊക്കെ കണ്ടു, ഇതൊക്കെ തുടച്ച് കളയണം. ഇന്നലെ ഞങ്ങൾ പുറത്തു പോയായിരുന്നു, ഇതിന് വേണ്ടിയിട്ട് ഒരുങ്ങിയാന്ന് പറയരുത്. ഇന്നലെ ഞങ്ങൾ പുറത്തു പോയപ്പോൾ വൈകിട്ട് രാത്രി അപ്പോൾ ഒരുങ്ങിയായിരുന്നു. ചേർന്നിക്ക് കളിക്കാതെ. അപ്പോൾ ഒരുങ്ങിയപ്പോൾ ഇന്ന് രാവിലെ എണീച്ചപ്പോൾ എൻ്റെ ഒരു കണ്ണിൽ ഐലൈനർ ഉണ്ട്, ഒരു കണ്ണിലില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഒറ്റ കണ്ണുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ഐലൈനർ എഴുതിക്കൊണ്ട്, ഈ ഒരു കണ്ണിലും കൂടെ എഴുതാമെന്ന്. പിന്നെ ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട്, പല്ല് വെച്ചപ്പോൾ ലിപ്സ്റ്റിക്കും പോയി. അപ്പം ഞാൻ സ്കിൻ കെയർ ചെയ്യട്ടെ. അപ്പോൾ ഗൈസ് ഞാൻ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഐലൈനറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ പോവാണ്. അതിന് ഞാൻ എടുത്തത് NYBയുടെ മേക്കപ്പ് റിമൂവർ വൈപ്സ് ആണ്. കണ്ട് ഞാൻ ഉരച്ച് കളഞ്ഞുകൊണ്ടിരിക്കുക. കാര്യം ഇന്നലെ ഫൗണ്ടേഷനൊക്കെ ഇട്ടായിരുന്നു പുറത്ത് പോയപ്പോൾ, അതൊക്കെ ഉരച്ച് കളഞ്ഞുകൊണ്ടിരിക്കുക, ഐലൈനറും എല്ലാം. ഗൈസ് എൻ്റെ ഫേവറേറ്റാണ് ഇത്, സിമ്പിളിൻ്റെ ഫേസ് വാഷ്. അയ്യോ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ 3 എണ്ണം ഉണ്ട്. ഞാൻ കാണിച്ചു തരാം, 3 എണ്ണം ആയിരിക്കുന്നത്. ഒരെണ്ണം തീർന്നു, പിന്നെ ഒരെണ്ണം ഞാൻ വാങ്ങിച്ചായിരുന്നു. പിന്നെ അത് തീരാറായപ്പോൾ ഞാൻ പിന്നെ ഒരെണ്ണം ഓർഡർ. അങ്ങനെ ഫേസ് വാഷ് ഇടുക, ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേസ് വാഷാണ്. ഈ ഫേസ് വാഷ് ഇട്ട് കഴിഞ്ഞ് ടോണർ അടിക്കണം. ഞാൻ ടോണർ അടിക്കട്ടെ. സെറം മോയ്സ്ചറൈസർ ഇടാം ഗൈസ്. ഗൈസ് ഞാൻ ഇനിയും ഇതെല്ലാം കൊണ്ട് എടുത്തെടുത്ത് വയ്ക്കട്ടെ. എനിക്ക് എൻ്റെ സാധനമെല്ലാം അടുക്കി പെറുക്കിയിരുന്നില്ലെങ്കിൽ എനിക്ക് ദേഷ്യവും. ഇതെല്ലാം കൊണ്ട് വയ്ക്കട്ടെ. ഇതാണ് എൻ്റെ ഒരുക്കപ്പെട്ട സ്ഥലം. ഇവിടെ വന്ന് കിച്ച് കൈയിട്ട് വരും, ഞാൻ അവനെ അടിക്കും. അതാണ് മെയിൻ സംഭവം ഞങ്ങളുടെ ഇടയിൽ. എല്ലാ വട്ടവും ഇങ്ങനെയാണ്. അവൻ വന്നു, അയ്യോ എൻ്റെ സാധനം ഒന്നും എടുത്തോണ്ട് പോകല്ലേ, എല്ലാം എൻ്റെ പണിസാധനങ്ങളാണ്. എല്ലാ വട്ടവും ഇവൻ വന്ന് എടുക്കും, ഞാൻ ഇവനെ അടിക്കും. ഇവനിതെല്ലാം എടുത്തോണ്ട് വരാൻ വരുന്നുണ്ടോ? എൻ്റെ അയ്യോ എൻ്റെ ഫ്ലിപ്പിടുന്ന പാട്ട. ക്ലോസ് ചെയ്യാം. ഈ നേരത്തെ ഇങ്ങോട്ട് വെച്ചില്ല. ഹായ് ഗുഡ്. എല്ലാവരും വിചാരിക്കും ഇവനെ ഒരു വ്ളോഗിലും ഒരു വീഡിയോയിലും പോലും ഇവന് തുണിയില്ലല്ലോ എന്ന്. തുണിയിടാത്ത വേറൊന്നും കൊണ്ടല്ല, ഇവൻ ഇപ്പം നമ്മൾ തുണി ഇട്ട് കൊടുത്താലും ഒരു വട്ടം ഫുഡ് കൊടുക്കുമ്പോഴത്തേക്കും ഇവൻ്റെ ദേഹത്തെല്ലാം ആവും. അല്ലെങ്കിൽ ഇവൻ വല്ല കുരുത്തക്കേടും കാണിക്കും, വല്ലതൊക്കെ കൊണ്ടെടുത്ത് മറച്ചിടും, വെള്ളമൊക്കെ എടുത്തെറിയും. അങ്ങനത്തെ ഒക്കെ കുരുപ്പ് കാണിക്കുമ്പോൾ ഇവരുടെ ദേഹത്തെല്ലാം ആവും. അപ്പോൾ എപ്പോഴും തുണി മാറിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം ഞാൻ ഡ്രസ്സ് ഇട്ട് കൊടുക്കാതെ. പിന്നെ രാത്രി കിടക്കുമ്പോൾ ഇട്ട് കൊടുക്കും, പിന്നെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ടും ഇട്ട് കൊടുക്കും. അല്ലാതെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ പനിയൊക്കെ പിടിച്ച സമയത്ത് തലപ്പടിക്കാതിരിക്കാനായിട്ട് കൊടുക്കും. അപ്പോൾ ഒരു ദിവസം ഒരു 5-8 തുണി അങ്ങ് മാറും. ഫുഡൊക്കെ കൊടുക്കുമ്പോൾ ദേഹത്താവത്തില്ലേ, അതുകൊണ്ട്. കാക്ക കിച്ചൂട്ടൻ ഉറങ്ങി, ഞാൻ കിച്ചൂട്ടനെ ഉറക്കി.
അമ്മ ഇപ്പം എന്നെ വിളിച്ച് അമ്മ അതേ കായംകുളത്ത് എത്തിയിട്ടുണ്ട്, ഫുഡൊന്നും കഴിക്കണ്ട, അമ്മ ഫുഡ് മസാല ദോശ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്. എനിക്ക് മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അമ്മ മസാല ദോശ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. കിച്ചു ഉറങ്ങി. ഇത് കിച്ചുവിൻ്റെ ആനയാണ്, ആൻ്റെ ഉമ്മാമ. ഗൈസ് തത്ത എന്ത് ചെയ്യടാ? ഇന്ന് ശ്വാസം കിട്ടത്തില്ലേ? വാ കിച്ചു വാ. ഗൈസ് കഷ്ടം ചിരിച്ചോണ്ട് വരുന്ന പറക്കല്ലേ. ഗൈസ് ഇപ്പൊ പറന്ന് പോയേനെ. ഇതേതാ? ഈ ഗ്രീൻ ചീക്കിന്റെ കൂടെ കിടക്കുവോ? ഇറങ്ങിയില്ലടാ. ആ ഇറങ്ങി. എന്താ രണ്ടും ഒരേപോലെയാണ് ഇരിക്കുന്നത്. അല്ല ഗ്രീൻ ചീക്ക് അതിനെ പറ്റിക്കാൻ ഗൈസ് പുതിയ അതിഥി ഇതാണ്. ഇതാ പൈനാപ്പിൾ കുണു. ഓ ഇത് ഗ്രീൻ ചീക്ക് നമ്മുടെ പഴയ കുട്ടി. കാണിച്ചു നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തതാ അല്ലേ? കാക്കയല്ല മോനെ, തത്ത. ഒത്തിരി കാണിക്കല്ലേ, ഫീമെയിൽ അങ്ങനെ മാത്രം കാണിച്ചാൽ. അപ്പം ഗൈസ് ഞാൻ ഇനി തല തിരുമ്മി കൊടുക്കുക. ചേച്ചിയുടെ കഴിഞ്ഞ് പുറത്ത് പോകണല്ലോ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തല തിരുമ്മി സോപ്പിട്ടിട്ടിരിക്കുക, തല ചൊറിഞ്ഞ് കൊടുക്കുക. അപ്പോൾ ഞങ്ങൾ ഇതേണ്ട റെഡിയായി. അപ്പോൾ വൈകിട്ടൊരു 6:30 ആയി കാണും കേട്ടോ. റെഡിയായി ഒരുങ്ങാൻ വേണ്ടിയിട്ട് പോകാം. ഞങ്ങൾ കിച്ചൂട്ടിനെ കൊണ്ടുപോകുന്നില്ല കേട്ടോ, ഞങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ. കിച്ചൂട്ടിനെ കൊണ്ടുപോയി ഞങ്ങൾക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റത്തില്ല. ഇതായിട്ടോ ഞാനിരുന്ന ഡ്രസ്സ്, ഇതാണ് ഞാൻ ഇട്ടേക്കുന്നത്. കിച്ചൂനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അലമ്പ, അവൻ പ്രശ്നം ഉണ്ടാക്കും. റെഡിയായി കഴിഞ്ഞില്ലടി, 1 മണിക്കൂറായിട്ട് ഒരുങ്ങി നിൽക്കലുണ്ട്. പക്ഷെ ഇത് കണ്ടോ, മോന്തക്കുള്ള സാമാനെല്ലാം വാരിയിട്ട് ഇതെന്തൊക്കെയാ തേക്കുന്നേ? പണി സാധനം. ഇത് കണ്ടോ, ഫുള്ള് മേക്കപ്പാ, അല്ല വേറെ ഒന്നും അല്ല ഇത്. അല്ലാതെ ഇവർക്ക് ഇത്ര ലുക്കൊന്നും ഇല്ലേ? അല്ലെങ്കിൽ ലുക്കില്ല, അത് വേറെ കാര്യം. എന്നാ കണ്ട, ഇത് മൊത്തം ഇതൊക്കെ തേച്ചാണ് ഇങ്ങനെയൊക്കെ ആവുന്നത്. കണ്ട കണ്ട, ഇത് വേണ്ട ഈ 2 മേശ ഇത് കണ്ട. എന്റെ ദൈവമേ, കമ്മലടെ പോലും ഇത്രയും കമ്മല് കാണത്തില്ല. ഇത് കണ്ടോ, ഇതെല്ലാം പുട്ടിയും പേസ്റ്റും ഒക്കെ ആണോ? ഇതെല്ലാം കളറാ, മുഖത്ത് വെക്കുന്ന കളറുകൾ ഇതെല്ലാം, വേറെ ഒന്നും ഇതിനകത്ത്. ഇച്ചിരി സ്പ്രേ. അങ്ങനെ ഞാൻ ഒരുങ്ങി ഗൈസ്. ഇങ്ങനെ അങ്ങനെ ഒരുങ്ങിയത് കൊള്ളാവോ? മോനെ ചെല്ല്. അവൻ ആദ്യം പോവാൻ നിൽക്കുവോ? മാമ എടുത്തോണ്ടോ ചെല്ല്. അങ്ങനെ ഞങ്ങൾ കിച്ചനെ അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഞങ്ങളത് വേണ്ട കായംകുളത്തെത്തി കേട്ടോ. ആദ്യം ഞങ്ങൾക്ക് വീട്ടിലേക്ക് വാങ്ങിക്കാനായിട്ട് കുറച്ച് സാധനം വാങ്ങിക്കാനായിട്ട് ഒരു കടയിൽ കയറി, എന്നിട്ട് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോയത് കേട്ടോ. അപ്പം ചേട്ടൻ തോണ്ട് നിന്ന് സാധനം വാങ്ങിക്കുന്നു, ഏതാണ്ട് അരിയും ഏതാണ്ടൊക്കെയോ സാധനങ്ങളാണ്. അത് കഴിഞ്ഞ് അവിടുന്ന് സാധനം എല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങൾ കടയിൽ കയറി. പക്ഷെ കട കഴിഞ്ഞും ചേട്ടൻ മുന്നിലോട്ട് പോയി കേട്ടോ. ഞങ്ങൾ കിങ് ഫുഡിലാണ് പോയത്. അൽഫാം ഉണ്ടെങ്കിൽ കുഴിമന്തി മതി. അൽഫാം മന്തി അല്ല, നമ്മൾ ഇവിടുന്ന് പോകും. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത്, മന്തിയൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കുക. ഞാൻ എന്ത് വെറൈറ്റി ഫുഡ് കഴിക്കാൻ പോയാലും അവസാനം ഞാൻ അൽഫാം മന്തിയിൽ ചെന്ന് കൈവെക്കും. കാര്യം അതിൻ്റെ വീക്ക്നെസ് ആയിപ്പോയി. ഞാനൊരു മന്തിപ്രാന്തിയാണ് ഗൈസ്. അത് എവിടെ പോയാലും ഞാൻ അങ്ങനെ മന്തിയേ കഴിക്കത്തുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് വന്നേ. ഞാൻ അവൻ്റെ പീസ്, അവനാട്ടോ ആദ്യം ഈ പീസ് എടുത്തുകൊണ്ട് പോയേ. അങ്ങനെ ഞാൻ പക്ഷേ പിന്നെ അവനോട് പറഞ്ഞ് വീട്ടിലെടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ ആ പീസ് എടുത്തു. പിന്നെ അവിടെ അടിയായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച്
അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒടുക്കത്തെ മഴ, നല്ല മഴയായിരുന്നു. പക്ഷേ ഇത് ഇച്ചിരി നേരത്തേക്കേ ഉള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി കയറി. പിന്നെ പച്ചക്കറിയും പിന്നെ ചിക്കനും വാങ്ങിക്കണമായിരുന്നു. മഴയാണ്ടോ, പക്ഷേ ഇച്ചിരി നേരത്തേക്ക് ഉള്ളായിരുന്നെങ്കിൽ അത് നല്ലൊരു മഴയായിരുന്നു. അങ്ങനെ പക്ഷേ ചിക്കൻ വാങ്ങിക്കാൻ കയറിയപ്പോഴത്തേനും മഴയൊക്കെ കുറഞ്ഞ് ഞങ്ങൾ പിന്നെ റെയിൻ കോട്ടൊക്കെ ഊരിയിട്ടു. അത് കഴിഞ്ഞ് ചിക്കൻ അവർ കൊണ്ട് തന്നു കട്ട് ചെയ്തിട്ട്. എന്നിട്ട് ഞങ്ങൾ നേരെ ചേട്ടൻ്റെ വീട്ടിലോട്ടാണ് പോയി. ചേട്ടൻ്റെ വീട്ടിലേക്കായിരുന്നു ഈ സാധനങ്ങൾ വാങ്ങിച്ചേട്ടോ. എന്നിട്ട് ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിൽ പോയി. അവിടെ നിന്ന് അമ്മയ്ക്ക് സാധനമെല്ലാം കൊടുത്തിട്ട് ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലോട്ട് വന്നു. എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇനിയും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കുഞ്ഞിന് മരുന്ന് കൊടുക്കണം, അവന് നെബുലൈസേഷൻ പിടിക്കണം, അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ചേട്ടൻ നെബുലൈസേഷൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാർട്ടൂൺ കണ്ടുകൊണ്ട് അവന് നിങ്ങൾ നെബുലൈസേഷൻ പിടിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ, ടാറ്റാ.